സദാചാരവാദി അല്ലെങ്കിൽ ഒരു കുലസ്ത്രീ ആണെന്ന് തോന്നുന്നുണ്ടോ? കുലസ്ത്രീ എന്ന് പറയുമ്പോൾ പലതരം കുലസ്ത്രീകൾ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. കുലസ്ത്രീ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല സത്യത്തില്. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചുകൊണ്ടാണ് പറയാം. ആള് സീരിയലിലൊക്കെ വന്ന് സ്റ്റാർ മാജിക് എന്ന് പറയുന്നത് ഒരു ഫാമിലി ആയിട്ട് കാണുന്ന ഒരു ഷോ ആണല്ലോ. അപ്പൊ ആൾക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഇനി പുറത്തിറങ്ങിയാലും വേണം എന്നുണ്ടാവും. അതുകൊണ്ട് ആൾ അതിന്റെ ഉള്ളില് വേറെ ഒന്നും ഓവറാക്കാണ്ട് എങ്ങനെയും മാക്സിമം നിക്കണതാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുലസ്ത്രീക്ക് കുറെ ടൈപ്പ് ഉണ്ടല്ലോ കുലസ്ത്രീമാര്. ഇപ്പൊ ആരൊക്കെ ആ ലക്ഷ്മി ചേച്ചിനെ എന്തൊക്കെയോ പറഞ്ഞല്ലോ, തമ്പുരാട്ടി എന്തൊക്കെയോ. അനുമോൾ ഒരു സദാചാര പോലീസായി മാറുന്നു, മോറൽ പോലീസിങ് നടത്തുന്നു പ്രേക്ഷകർ പറയുന്നുണ്ട്. അതാണ് ചോദിച്ചത്. ആള് ഡിറ്റക്റ്റീവ് അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്നിട്ട് ജിസേലിന്റെ ആര്യനും ഒരുമിച്ചിരുന്ന സമയത്ത് അത് വേറെ രീതിയിലൊക്കെ അനുമോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതെ അതെ, അങ്ങനെയാണ് ചോദിക്കുന്നത്. ആദിലും നൂറയും ലെസ്ബിയൻ കപ്പിൾസ് ആണല്ലോ. അപ്പൊ അവരുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ അനുമോള് പോയി കിടക്കുന്നത് ഇരിക്കുന്നതൊക്കെ അത് ഈ പറഞ്ഞ പോലെ എന്താ? അപ്പൊ ആരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ആരും അത് ചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഒരു ഇന്റർവ്യൂല്. അനുമോള് ഈ ലെസ്ബിയൻ കപ്പിൾസ് ആയ ആദിലയുടെയും നൂറുടെ ഇടയിൽ പോയി കിടക്കുന്നത് എന്ത് പറഞ്ഞു വിളിക്കാൻ പറ്റും എന്നുള്ള രീതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഫ്രണ്ട്സ് അല്ലേ അവര്? മീൻസ് ലെസ്ബിയൻ കപ്പിൾ എന്ന് പറയുമ്പോ അവര് രണ്ടാളും നൂറ് അതിലാണ് കപ്പിൾസ്. അതിന്റെ ഇടയിൽ ഒരു ഫ്രണ്ടാണ് വരുന്നത്. അല്ല, അനുമോൾ എന്ന് പറഞ്ഞ ഫ്രണ്ട് അല്ലേ? ഇത് ജിസയില് ആരെന്ന് പറയുന്ന ഒരു ഇപ്പൊ ഏത് സമൂഹത്തിലാണെങ്കിൽ നമ്മുടെ ഇപ്പൊ കേരളത്തില് കൂട്ടാം ഒരു ആണും പെണ്ണും ഇപ്പോ അവിടെ കിടന്നു എവരെന്തോ കാറ്റഗറി ആണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. വേറൊരു കാറ്റഗറി ലെസ്ബിയൻ കപ്പിൾ ആദില് നൂറ. അത് ഞാൻ പറഞ്ഞു, ആദില് നൂറ് കപ്പിൾസ് ആണ്. അവര് ഫ്രണ്ട്സ് ആയിട്ട് കിടക്കുന്നു. ശരി, ഇപ്പൊ അനുമോൾ അതിൻ്റെ ഉള്ളൊരു ഫ്രണ്ടാണ്. അല്ലാണ്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ കുലിസ്ഥിത പരിപാടികളൊന്നും ഇല്ലല്ലോ. അനുമോള് പക്ഷെ പറയുന്നത് തെറ്റാണ്. ഈ ഒരു ഷോയില് വന്നിട്ട് അവര് കിടന്നു, ഇവിടെ കിടന്നു, അവർ ഞാൻ കണ്ടു, അത് ഡെമോ ചെയ്ത് കാണിക്കുന്നു, അതൊക്കെ വളരെ മോശമാണ്. അതൊക്കെ അങ്ങനത്തെ രീതിയിലാവുമ്പോ അനുമോള് കുറച്ച് കുലസ്ത്രീയാന്നൊക്കെ പറയാം. അല്ലാണ്ടുള്ള രീതിയിലൊന്നും കുലസ്ത്രീ അങ്ങനത്തെ അല്ല. കുലസ്ത്രീനെ പറ്റി എന്താന്ന് പോലും ഞാൻ പഠിച്ചിട്ടില്ല ചേട്ടാ. എന്നിട്ടാണ് ഞാൻ കുലസ്ത്രീനെ പറ്റി പറയണേ. അനുമോള് കുലസ്ത്രീ ആണെന്നല്ലേ പറഞ്ഞേ? അനുമോൾ ഒരു കുലസ്ത്രീ ആയിട്ട് സദാചാര കുലസ്ത്രീ ചെയ്യുന്നുണ്ടോന്നുള്ളൂ, ഉള്ളിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടോന്നാണ് ചോദിച്ചത്. അതായത് കുടുംബ പ്രേക്ഷകരുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി മോറൽ പോലീസിംഗ് ചെയ്യുന്നുണ്ടോ? അതെ, നമ്മുടെ എന്റെ അമ്മൂമ്മയിലും വീട്ടുകാരായാലും അങ്ങനെ കാണുമ്പോൾ അവർ വിചാരിക്കില്ല എന്താണ് ഇപ്പൊ ഇങ്ങനെ അനുമോള് നല്ല മോളായോണ്ടല്ലോ ഇതൊക്കെ എടുത്ത് കാണിക്കണേന്ന് വിചാരിക്കും. പക്ഷെ നമ്മളിപ്പോ ഉള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയ നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് എന്താണ് ഇങ്ങനെ ചീപ്പായിട്ട് കാണിക്കുന്നത്. നമ്മൾ പുറത്തിറങ്ങി ഇതൊന്നുമല്ലല്ലോ കാണുന്നത്. ഇപ്പൊ ആര്യനും ജിസയിലും ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആവും. അനുമോള് അനീഷേട്ടൻ എന്തൊരു വിഷമം എന്നുണ്ടെങ്കിൽ അനുമോള് അനീഷേട്ടനോട് സംസാരിക്കണ കണ്ടു. അതുപോലെ കോടയൊക്കെ പിടിച്ച് പോകുന്നുണ്ട്, ബെഡ്ഷീറ്റ് മൂടി കൊടുക്കുന്നു. എന്തോ ഇഷ്ടം ഒരു കോംബോ. അതെ, ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷെ അനുമോളാണോ ഇനി കോംബോ ക്രിയേറ്റ് ചെയ്യണത് അറിയില്ലല്ലോ. ജിസേലിനോട് അനുമോളോട് ഉണ്ടായിരുന്നു അനുമോളെ മേക്കപ്പ് ചെയ്ത് വരുമ്പോ ചില ഇഷ്ടം ഉണ്ടായിക്കോട്ടെ, അത് സിസ്റ്റർ ബ്രദർ ഇഷ്ടാവും. പക്ഷെ നമ്മൾ ഈ പ്രേക്ഷകർ കാണുമ്പോൾ വിചാരിക്കും എന്തോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊക്കെ കണ്ടു കല്യാണം കഴിച്ചോടെ ഇവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ. പുറത്തിറങ്ങി നമ്മളല്ല മീൻസ് അതിന്റെ ലോകങ്ങളിൽ നമുക്ക് പുറത്ത് അതിന്റെ ഉള്ളിൽ കിടന്ന് കളിക്കണ പോലെ പുറത്തിറങ്ങി നമുക്ക് ഇഷ്ടം പോലെ ലോകമുണ്ട്, കാണാൻ കിടക്കുന്നുണ്ട്. ശരിക്കും അനുമോൾ തങ്കച്ചനെ പോലെയാണ് ആ ഒരു തങ്കച്ചേട്ടൻ അനുമോളുടെ കോംബോ പോലെ തോന്നുന്നുണ്ട് ഫീല്. അനീഷേട്ടന്റെ ഏജ് ഉണ്ടല്ലോ, അനുമോൾക്ക് ഇപ്പൊ 29 ആയിട്ടുള്ളൂ. അതെ, അപ്പൊ ആ ഒരു കോംബോ ആവും ചിലപ്പോ സ്റ്റാർ മാജിക്കിൽ എടുത്ത കോംബോ ബിഗ് ബോസിൽ എടുക്കണമായിരിക്കും. കുറെ പേര് ഇപ്രാവശ്യം പൊതുവെ മത്സരാർത്ഥികൾക്ക് ഒരു നിലവാരം കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ടോ? അത് പറയാൻ സത്യത്തിൽ ഞാൻ എന്താ കാരണം യോഗ്യതയല്ല ചേട്ടാ. നമ്മുടെ സീസണിലും ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരുടെ കമന്റ് ഇടും ഇവൾക്ക് എന്ത് നിലവാരം ഉണ്ടായിട്ട് അവള് സംസാരിക്കണേന്ന് ചോദിക്കും. നിലവാരത്തിന്റെ ആൾക്കാരെന്താണ് ചെയ്യുന്നത്? നമ്മളിപ്പോ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഞാനായിട്ട് നിന്നിരുന്നത്, കുറെ പേര് അഭിനയിച്ച് നിന്നിരുന്നു. അത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് മനസ്സിലായി. നമ്മുടെ സീസണിലായാലും അതെ, അഭിനയിച്ച് കുറെ ഇഷ്ടംപോലെ ആൾക്കാർ നിന്നിരുന്നു. നമുക്ക് പുറത്തിറങ്ങിയിട്ട് മനസ്സിലാവും ഇവരൊക്കെ അതിൻ്റെ ഉള്ളിൽ അഭിനയിക്കായിരുന്നു അല്ലേ എന്നുള്ളത്. ഓരോ നിലവാരം അവരുടെ ക്യാരക്ടർ ചിലപ്പോ ബിഗ് ബോസിൽ കയറി അഭിനയിക്കും, അവര് പുറത്ത് അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ സീസണിൽ ചില ആൾക്കാർ അഭിനയിക്കുന്നുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ. അതൊക്കെ പുറത്തേക്ക് കയറട്ടെ. പുറത്തിറങ്ങിയ ജനങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട്, ജിൻഡോ ചേട്ടനെ പറയുന്നുണ്ടല്ലോ, ആൾക്കാര് ഞങ്ങൾ വോട്ട് ചെയ്തതൊക്കെ വെറുതെ ആയി എന്നൊക്കെ. ചിലപ്പോൾ ആൾ അതിൻ്റെ ഉള്ളിൽ വേറെ അഭിനയിച്ചതായിരിക്കും. പുറത്തിനിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. ആളെ ക്യാരക്ടർ എനിക്കിങ്ങനെ മാറ്റം തോന്നിയിട്ടില്ല കേട്ടോ. നാട്ടുകാരവരെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ മേത്തേക്ക് ആൾ എന്തായാലും കയറാൻ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ മേത്തേക്ക് കയറാമെന്നല്ല നമുക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തായാലും എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആളെ അഭിനയിക്കണോ നിലവാരമില്ലാതൊക്കെ നമ്മുടെ സീസണിലും കുറെണ്ണത്തിന് നിലവാരമില്ല, ഈ സീസണിലും അതെ നിലവാരമില്ലാതെ കുറെ ഉണ്ട്. അതുപോലെ തന്നെ നെവിൻ ഒരു ബെസ്റ്റ് എന്റർടൈനർ ആണെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഭയങ്കര വെറുപ്പീരുമാണ് നെവിൻ. അപ്പം എന്റർടൈൻ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, അതിന്റെ ഉള്ളിലെ ആള് നെവിൻ എന്ന് പറയുന്ന വ്യക്തി എന്റർടൈൻ ചെയ്തിരുന്നു ആൾക്കാരെ, ശരിയാണ്. പക്ഷെ അതിനൊപ്പം തന്നെ ആൾക്കാരെ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ ഭയങ്കരമായിട്ട് വെറുപ്പിച്ചു ആൾക്കാരെ. ആള് അന്ന് ഡോക്ടർ ബിന്നിയുടെയും ഹസ്ബൻഡൊക്കെ വന്ന് കിടക്കുമ്പോൾ അവർക്ക് കുറച്ച് പ്രൈവസി വേണമല്ലോ ശരിക്കും പറഞ്ഞാൽ. അതിന്റെ ഉള്ളിൽ കയറി അങ്ങനെ നിൽക്കണമൊക്കെ കുറച്ച് ചീപ്പായിട്ട് എനിക്ക് തോന്നി. ആള് നന്നായി എന്റർടൈൻ ചെയ്യുന്നുണ്ട്, ആൾക്ക് തന്നെ തോന്നുക. ഇനി ആൾക്കാർ ഇഷ്ടപ്പെട്ട 8 ആഴ്ച വന്നു എന്ന് പറഞ്ഞു. ആള് നോമിനേഷനിൽ 8 ആഴ്ച വന്നു, 8 ആഴ്ചയും പുറത്ത് പോയിട്ടില്ല. അപ്പൊ ആൾക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. ഇങ്ങനെ എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ബിഗ് ബോസ് നന്നായി മീൻസ് ഇങ്ങനെ ആൾക്കാർ പ്രേക്ഷകർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ആൾ കുറച്ചൊക്കെ ഓവറായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അമ്മ ഭയങ്കര നെവിൻ ഫാനാണ് എൻ്റെ അമ്മ.
അവ എന്താ ചെയ്ത ഞാൻ പറയും ആൾ ചെയ്യുന്നതിൽ തെറ്റുകളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് ഇടയ്ക്ക് കുറച്ചല്ല നന്നായിട്ട് ഓവർ ആവുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ആള് എന്റർടൈൻ ചെയ്യുന്ന ഓക്കെ, പക്ഷെ അതുപോലെ അല്ലല്ലോ എപ്പോഴും. അതുപോലെ തന്നെ നെവിൻ സ്ത്രൈണത അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞ കമന്റുകൾ വരുന്നുണ്ട്. ശരിക്കും നെവിന്റെ ക്യാരക്ടർ അങ്ങനെയല്ല, ആളുടെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. ഞാനും ഒരു വട്ടം കണ്ടിട്ടുണ്ട് നമ്മുടെ റസ്മിൻ ജയ്സ അനിയന്റെ കല്യാണത്തിന് വെച്ചിട്ട്. അന്നാണ് ആള് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കും, നമ്മളെ പരിചയം കൂടി ആൾക്ക്. പക്ഷെ ഡാൻസ് കളിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു നല്ല ആളങ്ങനെ സംസാരിക്കുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ നമുക്ക് പേഴ്സണലായിട്ട് എനിക്ക് ആളറിയില്ല. ഇത് ബിഗ് ബോസിലുള്ള ക്യാരക്ടറാണോ അത് ഞാൻ തോന്നുന്നത്. അന്ന് ഒരു വട്ടം കണ്ടിട്ട് എനിക്ക് അതാണ് തോന്നിയത്, ബിഗ് ബോസിലും കളിക്കുന്നത്. പക്ഷെ നല്ല ഗെയിമറാണെന്ന് വെച്ചാൽ ആൾക്ക് അറിയാം എവിടെയൊക്കെ എന്തൊക്കെ ഇട്ട് ആൾക്കാരെ കൊത്തണം എന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയാം നെവിനുള്ളത്. നെവിന് അങ്ങനെ ഒരു കഴിവുണ്ട്, നല്ല കഴിവാ. സീസണിൽ അനുമോൾ ഇപ്പം പറഞ്ഞല്ലോ, അനുമോൾ പി ആർ സപ്പോർട്ട് ചെയ്ത് വിൻ ആവുകയാണെങ്കിൽ ഒരു കുറ്റബോധം ഉണ്ടാവും പറഞ്ഞല്ലോ. നാണക്കേടാണ്. കാരണം എന്താ ഇപ്പൊ ജിൻഡോയെ ഫേസ് ചെയ്യുന്നത്. ജിൻഡോ ചേട്ടൻ ഇപ്പൊ പറയണ്ടല്ലോ, ജിൻഡോ ചേട്ടൻ മീൻ ചേട്ടൻ പി ആർ കൊടുത്തിട്ടാണെന്ന് പറയണ്ടല്ലോ. അത് നമ്മൾ അറിഞ്ഞിട്ടില്ല, ജയിച്ചതിന് ശേഷമാണ് കുറെ നാളിന് ശേഷം ഇപ്പോഴാണ് അറിയണത് പി ആറിന്റെ കാര്യങ്ങൾക്കും. നമ്മൾ അതിന്റെ ഉള്ളിൽ അറിയാണെങ്കിൽ അവർക്കൊരു ജിൻഡോ ചേട്ടൻ തന്നെ ഒരു നാണക്കേട് ഉണ്ടായേനെ. ഇതിപ്പോ അനുമോൾ ഓൾറെഡി പറഞ്ഞു. അത് കാരണം ജിൻഡോ ചേട്ടൻ ഇപ്പൊ പ്രശ്നമല്ലേ, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ജയിച്ച് കപ്പാളുടെ കയ്യിലുണ്ട്, പിന്നെ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? ജിൻഡോ പറയുന്നത് പി ആർ മസ്റ്റായിട്ട് വേണമെന്നാണ് പറയുന്നത്. അതായത് നമ്മള് അകത്തുള്ള ഒരാളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും പുറത്തൊരാൾ വേണം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ ചേട്ടൻ്റെ കയ്യിലാണ് മൊബൈൽ കൊടുത്തു പോയി, ചേച്ചിയുടെ കയ്യിലാണ് മൊബൈൽ കൊടുത്തു പോയത്. അവരെനിക്ക് 5-6 പി ആർ വെച്ചെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ ആയേനെ. ഇപ്പോ ഞാൻ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇത് പി ആർ കൊടുക്കണം. സത്യം പറയാൻ വെച്ചാൽ ഒരാൾ പുറത്ത് സപ്പോർട്ടിന് കൊടുക്കണം എന്നല്ല, പൈസ ഉള്ളവരാ ചെയ്തോളൂ, കടം മേടിച്ചൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത സീസണിലേക്ക് ആൾക്കാർ വരുമ്പോൾ പി ആർ എന്ന് പറഞ്ഞിട്ട് അത് പുറത്ത് അത് നിറയെ ആൾക്കാർ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വില പോവും. സത്യത്തിൽ അനുമോളുടെ ഞാൻ പറഞ്ഞില്ല, ജയിക്കുന്ന ഒരു വില പോവും നമുക്ക്. ആള് പി ആർ കൊണ്ട് ജയിച്ചെന്ന് പറയും, ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പി ആർ കൊണ്ട് ജയിച്ചെന്ന് ഉറപ്പായിട്ടും പറയും. ആൾക്ക് തന്നെ ഒരു നാണക്കേടായി അത്. അതുപോലെ തന്നെ ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസ് അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അവരിപ്പോ സെപ്പറേറ്റ് ആയിട്ടാണല്ലോ കളിക്കുന്നത്. അവര് പറയാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നന്നായി കളിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് ആക്കിയിട്ടുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ അവരിപ്പോ എന്തായാലും പുറത്തും അവര് കപ്പിൾസ് ആണല്ലോ. അപ്പൊ ഉള്ളിൽ പോയാലും അവർക്കത് മാറ്റി നിർത്താൻ ഒരു 100 ദിവസത്തിന്റെ കാര്യമാണല്ലോ, ഒരു 3 മാസത്തിന്റെ കാര്യമാണ്. അങ്ങനെ മാറ്റി നിർത്തേണ്ട ബന്ധമല്ലല്ലോ അവരുടെ ജീവിതം. ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് അവര് തമ്മില് അകന്ന് പോവും, എന്താ പറയാ പുറത്തിറങ്ങിയാൽ നോറ വേറെ റിലേഷൻഷിപ്പ് ആവും എന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർ അത്രയും നല്ല റിലേഷൻഷിപ്പിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ഇവർ തല്ലുടണ കാണുമ്പോ എന്താണ് ഇങ്ങനെ തല്ലുടണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അനുമോളും ആദിലനൂറും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം. അതെ, അനുമോളുടെ പ്രത്യേക സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഈ സീസൺ കണ്ടിട്ട് പറയാ, അനുമോൾക്ക് അങ്ങനെ അനുമോളെ കുറ്റം പറയാൻ ഇഷ്ടമല്ല. അനുമോളെ വല്ലവരും കുറ്റം പറഞ്ഞാൽ അനുമോൾ അത് സമ്മതിക്കില്ല, അതിനെ വേറെ രീതിയിലാക്കും. അക്ബർ ലാലേട്ടന്റെ എപ്പിസോഡിൽ കൊണ്ട് അരി വന്നിട്ട് ചോറ് കൊണ്ട് ബാക്കിയുണ്ട് ലാലേട്ടാന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാണിച്ചിരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷെ അനുമോള് അക്ബർ തന്നെ തിരിച്ചു കാണിച്ചു. അന്ന് ഭയങ്കരമായിട്ട് ചോറ് ബാക്കിയായി, അതുകൊണ്ട് കാണിച്ചപ്പോ അത് അനുമോൾ ഇഷ്ടമായില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്ക് എന്താ പറയാ, ആളുടെ തെറ്റ് അംഗീകരിക്കില്ല. ആള് മറ്റുള്ളവർക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കും, പക്ഷെ ആളുടെ തെറ്റ് ആളുടെ പ്രശ്നം അതാണ്. ബാക്കിയൊക്കെ ആള് സെറ്റാണ്. പിന്നെ ഈ കരയണ കാര്യമാണ് മെയിൻ. എന്തിനാ കരയണ മനസ്സിലായി. അനുമോളുടെ സ്വഭാവം കൊണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ചെയ്യണത്. അതുപോലെ ശൈത്യായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നല്ലോ, അതും കട്ടായില്ലേ. ഇങ്ങനെ ഒരേ പ്രശ്നങ്ങള് അവര് തന്നെ രൂപീകരിച്ചപ്പോ ഒരു ബിഗ് ബോസിന് ശേഷം നന്ദനെ രക്ഷപ്പെട്ടോ അതോ ബിഗ് ബോസിന് ശേഷം നന്ദന് രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ, ബിഗ് ബോസ് ആണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ഇങ്ങനെ നന്നായി എനിക്ക് മാറ്റം തോന്നുന്നുണ്ട്. കാരണം വീട് വാങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാൻ കാർ എടുത്തു സ്വന്തമായിട്ട്. അപ്പോൾ നമ്മളെ അധ്വാനം കൊണ്ടാണല്ലോ നമ്മള് ബിഗ് ബോസിൽ എത്തിപ്പെട്ടതും അവിടെ നിന്ന് ശേഷം ഇപ്പൊ ഇങ്ങനെ ആയതും. നമുക്കൊരു മാറ്റം കൊണ്ടുവരും. പണ്ടത്തെ നന്ദനല്ല, ബാക്കി സ്വഭാവമൊക്കെ പണ്ടത്തെ നന്ദനാണ്, പക്ഷെ ലൈഫ് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ബിഗ് ബോസിന് ശേഷം ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടാണോ വെറുക്കണോ ചെയ്തത്? ഇഷ്ടപ്പെടുന്നവരുണ്ട്, വെറുക്കണവരുണ്ട്. പക്ഷെ എന്നോട് നന്നായി നേരിട്ട് കണ്ട് സംസാരിക്കണവരൊക്കെ നന്ദന മോളെ സുഖമാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ട് കേൾക്കുമ്പോൾ. ഇപ്പോഴും ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ 2 വർഷമായി തോന്നുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട്. അതെ, ഇപ്പോഴും നമ്മൾ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ഒരു സീരിയൽ ചെയ്തു ഏഷ്യാനെറ്റിലെ, അതിലൂടെ നമ്മൾ തിരിച്ചറിയുന്ന പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആൾക്കാർ നമ്മൾ മനസ്സിൽ ഇപ്പോഴും മുഖം ഓർത്ത് വെക്കുന്നുണ്ടല്ലോ. ചിലർ ബിഗ് ബോസിന് ഇറങ്ങിയിട്ടും ഫേസ് ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ട്. എന്നിട്ട് ഇപ്പോഴും ആൾക്കാർ മനസ്സിൽ ഓർത്ത് വെക്കുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം. അത് എല്ലാ വർഷം ബിഗ് ബോസ് ഉണ്ടാവുന്നതുകൊണ്ടും എല്ലാ വർഷവും ഇത്ര ആളുകളെ ഓർക്കില്ല. അതെ, എല്ലാ വർഷവും ഇപ്പൊ ഈ സീസൺ കഴിഞ്ഞ് പോയിട്ട് നമ്മളെ ഓർമ്മയുണ്ടെന്ന് ആൾക്കാർ ഇപ്പോൾ ഏത് തിയേറ്ററിൽ പോയാലും നന്ദനല്ലേ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് സന്തോഷമാണ്. അത് അവർക്കും നമ്മളെ ഓർമ്മയുണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും.
അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ബിഗ് ബോസ് കാണാറുണ്ടോ? അങ്ങനെ ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട്, ഈ വർഷം കാണാറുണ്ട്, എല്ലാ വർഷവും കാണാറുണ്ട് ബിഗ് ബോസ്. നമ്മള് നമ്മളാക്കിയത് നന്ദന നന്നാക്കിയെടുത്തത് ബിഗ് ബോസ് ആണല്ലോ, ഏഷ്യാനെറ്റുകാരാണ്. അപ്പൊ പിന്നെ അവരുടെ ഷോ കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മയും ഭയങ്കര ഫാനാ. അതായത് ലൈവ് കാണുന്നുണ്ടോ അതോ എല്ലാ എപ്പിസോഡും കാണും? ലൈവ് അങ്ങനെ കാണാറില്ല. എപ്പിസോഡ് മിസ്സായി ഞാൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ മാത്രമേ കാണാറുള്ളൂ. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ സമയം ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് അമ്മയുടെ കൂടെ ഇരുന്ന് ഏഷ്യാനെറ്റില് എപ്പിസോഡ് കാണാറാണ് പതിവ്. ഇപ്പൊ ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്തല്ലോ, എന്റെ ആറായി, ഇനി 2 വീക്സ് കൂടെ ഉള്ളു. അപ്പൊ ആരായിരിക്കും ഒരു വിജയ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയെ പറഞ്ഞാൽ? വിജയ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അനീഷനെ എനിക്ക് ഇഷ്ടമാണ്, ഷാനവാസ്, അനുമോളൊക്കെ ഞാൻ പറഞ്ഞു ഇവരൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോ മറ്റുള്ളവർ പറയുന്ന രീതിക്ക് അനുസരിച്ച് എങ്ങനെയാണ് ഇവര് കുറെ എന്താ പറയാ PR എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, അതൊക്കെ സംഭവം നമുക്കറിയില്ല. എനിക്ക് അനീഷയുടെ ജയിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അത് ആളൊരു കോമണറായിട്ട് പോയതാണ്. കോമണർ ഇത്രയും വർഷമായിട്ട് കോമണർ ജയിച്ചിട്ടില്ല. അപ്പോൾ ഒരു കോമണർ ജയിച്ചാൽ സന്തോഷം ഉണ്ടായിരിക്കും. അനീഷേട്ടൻ, ഷാനവാസുക്ക, അക്ബർ ചേട്ടൻ എല്ലാവരും ജയിക്കട്ടെ. എല്ലാവരും ജയിച്ചു, നമുക്കൊന്നും കിട്ടാനില്ല, എനിക്കൊന്നും കിട്ടാനില്ല. അവർക്ക് ജയിച്ചാൽ അവർക്കേ കിട്ടുള്ളൂ. ഈ അനീഷിന് PR ഇല്ല എന്ന് പറയുന്നുണ്ടോ? അതിനോട് യോജിക്കുന്നുണ്ടോ? അനീഷേട്ടൻ കുറെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജിൻഡോ ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ജിൻഡോ ചേട്ടൻ അങ്ങനെ ഒരു മണ്ടൻ ക്യാരക്ടറായിട്ട് ആൾക്കാർ മീൻസ് നമ്മളെ ബിഗ് ബോസിനുള്ളിൽ ചിത്രീകരിച്ചപ്പോൾ പുറത്തെ ആൾക്കാർ കൂടുതൽ സപ്പോർട്ട് കിട്ടി. അതുപോലെ ഞാൻ തോന്നുന്നുണ്ട് അനീഷേട്ടൻ ഇപ്രാവശ്യം കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. PR ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, PR നമുക്ക് ഓരോരുത്തരെ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ എന്തായാലും ആ സാധനം കൊടുത്തിട്ടല്ല കയറിയെങ്കിൽ ഞാൻ അവിടെ നിന്ന് കപ്പടിച്ചിട്ടേ വരുള്ളൂ എന്ന്. ഇതുപോലെ എനിക്ക് PR കൊടുക്കുന്ന പൈസ എനിക്ക് ചേട്ടൻ എനിക്കൊരു വീഡിയോ വെച്ചോടാ. ഇപ്പൊ പറയണ കേട്ടു 16 ലക്ഷം കുറെ പേര് അവിടെ ഇരിക്കണവർ എന്തായാലും ആൾക്കാരെ സപ്പോർട്ട്. ഇപ്പൊ ഇൻസ്റ്റയിൽ അവരുടെ വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ PR കൊടുത്തിട്ടുണ്ട്. PR അല്ലെങ്കിൽ വേറെ സപ്പോർട്ടിനുള്ള ആൾക്കാർ കൊടുത്തിട്ടുണ്ടാവും വീഡിയോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അനീഷേട്ടൻ എന്തായാലും കൊടുത്തിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്, ചെറുതായിട്ടെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അനിയൻ ഉണ്ടല്ലോ, അനിയൻ സപ്പോർട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ ആള് ക്രിക്കറ്റിന് എന്തോ ആളാണല്ലോ അനിയൻ. ഈ ഷോയിലാണ് ഇത്രയധികം PR ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഷോ? അതെ, ഉറപ്പായിട്ടും. ഞാൻ ഷോയില് കഴിഞ്ഞ സീസണിൽ നമ്മൾ 6 അല്ല 5 വരെ PR-ന്റെ കാര്യം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് PR ഉണ്ടെന്ന് നമ്മൾ പിന്നീട് ഇപ്പോഴാണ് കേൾക്കണേ. പുറത്ത് ഇന്നാൾക്ക് PR ചെയ്തിട്ടുണ്ട്, മറ്റേ അഖിൽമാർക്ക് എന്തോ PR ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. ഇനിയിപ്പോ അറിയില്ല എന്താ സംഭവം എന്നുള്ള. ആളുടെ വായനോട് ആൾ ജയിച്ചിട്ടുണ്ടാവാ ആള് പറയുന്നു. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല PR എന്നുള്ള സംഭവം. ഇപ്പോഴാണ് വീട് ലാലേട്ടൻ വരെ ചോദിച്ചു തുടങ്ങിയത് ഈ സീസണിലാണ്. എന്താണ് PR, എന്താണ് നാനുമോള് PR കൊടുത്തിട്ടുണ്ടോ, ആര്യൻ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണത്. എല്ലാവരും കൊടുക്കാണ്ടൊന്നും ഇരിക്കില്ല. ഇത്രയും പൈസയുള്ള ആർട്ടിസ്റ്റുകളാണ്, പിന്നെ പൈസയുള്ള ടീമുകളാണ് ഇപ്പൊ കുറെ പേര് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസിലേക്ക് കൂടുതൽ കടന്നു വരുന്ന ആളുകള് ആദ്യത്തെ പൈസ പ്രതീക്ഷിച്ചിട്ടല്ല വരുന്നത്. അല്ലല്ല, അവർക്ക് എങ്ങനെയെങ്കിലും ഫെയിം മൂവിയിൽ കയറണം, ഫെയിം എങ്ങനെയെങ്കിലും ഫെയിം ഉണ്ടാക്കണം, അങ്ങനെയുള്ളവരാണ് പകുതി മുക്കാൽ പേരും. പക്ഷെ അതിൽ പൈസയ്ക്ക് വേണ്ടി നിൽക്കണവരും ഉണ്ട്. അത് അവർ പറയില്ല. ഞാനത് പറഞ്ഞതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. ഞാൻ അതിൽ പറഞ്ഞു പണപ്പെട്ടി കിട്ടി ഞാൻ എടുത്തു പോയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് എന്നെ ഏറ്റവും ആ വീക്കിൽ അവർ പുറത്താക്കാൻ ആയിട്ടും കാരണം എന്താ വെച്ചാൽ ഞാൻ ആ പണപ്പെട്ടി അടുത്ത ആഴ്ച വരുമ്പോൾ എല്ലാവരും കൂടി സെർച്ച് ചെയ്ത് ആ പണപ്പെട്ടി എനിക്ക് തരുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ കളി ഏഷ്യാൻ്റെ ആ കളി ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് എന്നെ വേഗം പുറത്താക്കി, ഞാൻ വേഗം വീട്ടിൽ പോകുന്നു. ഇപ്രാവശ്യം പണപ്പെട്ടി എല്ലാവരും വേറൊരു വെറൈറ്റി ഗെയിം വെച്ചു. അത് നന്നായിട്ടുണ്ടല്ലേ. അതായത് വിജയുടെ ഒരു പൈസ കുറയ്ക്കുക, അത് ഭയങ്കരമായിട്ട് അവർ ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ചിട്ട് വിജയുടെ പൈസ കുറയ്ക്കാൻ പാടില്ലല്ലോ. നിങ്ങൾക്ക് എന്താണ് തോന്നണേ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇത്രയും PR ഒക്കെ പുറത്ത് ചെയ്യാൻ പൈസ ഉള്ളവർക്ക് ഇത്രയും വലിയ. അതെ, അത് ശരിയാ. പോയാ ഒരു മിനിറ്റ് പറയട്ടെ. ഇത്രയും PR ഒക്കെ കൊടുക്കാനുള്ള അതിലെല്ലാവരും PR കൊടുത്തിട്ടുണ്ടാണ് എന്റെ സംശയം. കാരണം എന്താ വെച്ചാൽ ഇത്രയും പൈസ കൊടുത്തിട്ട് അവർ മുടക്കുന്നത്. ഇവര് 1 ലക്ഷം രൂപയ്ക്ക് തന്നെ ഡ്രസ്സ് എടുത്ത് ഉള്ളിലേക്ക് എത്തിയത് ബിഗ് ബോസുകാര്. ഞങ്ങൾക്കൊന്നും ഡ്രസ്സ് പാഴ്സലായി കൊറിയർ അയക്കുക ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം ഡ്രസ്സ് അവര് 1 ലക്ഷം രൂപയ്ക്ക് എല്ലാവരും എടുത്തു. കുറെ പേര് പറയണേ കേട്ടു 1 ലക്ഷം രൂപയ്ക്ക് ഡ്രസ്സൊക്കെ എടുത്തു എന്നൊക്കെ. അപ്പൊ ഇത്രയും പൈസ ഉള്ളതുകൊണ്ടാവില്ലേ അവര് ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവുക. എന്തായാലും ഉണ്ടാവും ചേട്ടാ. PR ഇല്ലാണ്ടൊന്നും ഇരിക്കില്ല. PR ഇല്ലെങ്കിൽ സപ്പോർട്ടിന്റെ ഒരാളുണ്ടാവും ശരിക്കും പറഞ്ഞാൽ. ടോപ്പ് 3 പറയുകയാണെങ്കിൽ ആരൊക്കെയാണ് ടോപ്പ് 3 വരുന്നത്? ടോപ്പ് 3 എനിക്ക് അനീഷയുടെ വരാൻ ചാൻസ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോള് ചാൻസ് തോന്നുന്നുണ്ട്. പിന്നെ ഷാനവാസിക്ക, നോറ ഓൾറെഡി ടോപ്പ് 5 പക്ഷെ 3 എത്തുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ടോപ്പ് 5 ഓൾറെഡി ആൾ ടിക്കറ്റ് ഫിനാലെ ജയിച്ചു, അടിപൊളിയായിട്ട് കളിച്ചു. ആര്യനാണ് പ്രതീക്ഷിച്ചത്. ആരും വിചാരിച്ചു ആരും ജയിക്കുന്നതാണ്. പക്ഷെ ആരും കൊണ്ടുപോയില്ല. അപ്പൊ മീൻസ് എന്താ പറയാ, തിരിച്ചടിച്ചു വരില്ലേ, അതുപോലെ നോ ഫെയർ. ഞാൻ പറഞ്ഞല്ലോ ആര്യൻ എന്ന് വെച്ചാൽ ഗെയിം കളിക്കണ്ടായിരുന്നു വെച്ചാൽ ഈ ടാസ്കുകൾ മാത്രം കളിച്ചിട്ട് കാര്യമില്ല. കുറച്ച് ബുദ്ധി നമുക്ക് നിങ്ങളെല്ലാവരും പറയും ഇപ്പോൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് പറയുന്നത് നീ എന്താ കാണിച്ചെന്ന് ചോദിക്കും. ഞാൻ കളിച്ചല്ലേ. നമ്മൾ ആ ബിഗ് ബോസ് കണ്ടിറങ്ങിയ ശേഷം നമുക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ഉള്ളിൽ കാണിക്കേണ്ടതെന്നുള്ളത്. നമ്മൾ ടാസ്ക് ആയാലും നന്നായി കളിക്കുക. ആരും പറഞ്ഞു ഞാൻ മായമോഹിനി സംഭവങ്ങളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ടാസ്കിന്റെ എന്താണ് പുറത്താക്കിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം. ഇപ്പോൾ നമ്മൾ ഈ ലൈവ് കാണുന്ന ആൾക്കാരാവില്ല, സോഷ്യൽ മീഡിയ ഇല്ലാത്ത ആൾക്കാരാവും ഈ അമ്മമാരൊക്കെ. അവർ ഈ എപ്പിസോഡ് മാത്രമേ കാണുള്ളൂ. ഏഷ്യാനെറ്റിന്റെ എപ്പിസോഡ് മാത്രം കണ്ടിട്ടാവും അവർ വിലയിരുത്ത ആൾക്കാരെ. അപ്പൊ ഇവരനുസരിച്ചാണല്ലോ വോട്ടിങ് വരിക. വോട്ടിനനുസരിച്ചാണ് ഏഷ്യാനെറ്റ് എന്തായാലും
ചെയ്യാറുള്ളൂ. അല്ലാണ്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെയായിട്ടും. ഏഷ്യാനെറ്റുകാര് ഫെയർ ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. അത് കാരണം ആരും വോട്ടില്ലാത്തോണ്ടാണ് പുറത്തേക്ക് വന്നത്. സായി പറഞ്ഞു ഈ വോട്ടൊക്കെ അട്ടിമറിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അതായത് തമിഴ് ബിഗ് ബോസിൽ നിന്നൊക്കെ പി ആർ ഒസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് PR ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് മലയാളത്തിലേക്ക് വോട്ട് അട്ടിമറിക്കാനുള്ള ചാൻസ് ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചാണ് അഭിപ്രായം? അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല ചേട്ടാ. PR ഉണ്ടെങ്കിൽ അവരനുസരിച്ച് ഞാൻ ഇറങ്ങിയപ്പോ കേട്ടു ഹോട്ട്സ്റ്റാറിലൊക്കെ വോട്ട് ചെയ്യാം, അതിനെ കുറിച്ചിട്ട് പൈസ ഒക്കെ ഉണ്ടാവും, അത് പൈസ കൊടുത്താൽ മതി, ഹോട്ട്സ്റ്റാറിൽ വോട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാന്നൊക്കെ പറഞ്ഞു. എനിക്ക് അത് സത്യത്തിൽ എന്താണെന്ന് അറിയില്ല, ഉണ്ടാവും ചിലപ്പോ. ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. 100-200 ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിടുവാണെങ്കിൽ അതുവഴി നമുക്ക് ഈസി ആയിട്ട് വോട്ട് ചെയ്യാൻ പറ്റും. നമ്പേഴ്സ് മതിയല്ലോ, നമ്പർ വെച്ചല്ലേ സൈനപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് വോട്ട് ചെയ്യാം. പറഞ്ഞല്ലോ ഇവര് PR കൊടുക്കണ്ട, ഇവർക്ക് ആ പൈസയുടെ ബലം കൊണ്ടാണ് ഇവര് PR കൊടുത്തത്. അപ്പൊ ഇവർക്ക് ജയിക്കാനുള്ള PR കൊടുത്ത് ജയിച്ചത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അനുമോള് PR കൊടുത്ത് ജയിക്കുകയാണെങ്കിൽ അനുമോൾക്ക് ഒരു വില ഉണ്ടാവില്ല. കാരണം പുറത്തുള്ള ആൾക്കാർ പറയും PR കൊടുത്തിട്ടാണ് അനുമോള് ജയിച്ചതെന്ന് പറയും. നമുക്ക് കേൾക്കുമ്പോൾ അതായോ ഞാൻ അനുമോള് ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞു എനിക്ക് ഇനി ഔട്ടായി പോയാൽ മതി, PR എന്ന് പറയുന്നുണ്ട് ആൾക്കാർ മൊത്തം. PR എന്ന് പറയുമ്പോൾ നമ്മുടെ വില പോവാണ് ശരിക്കും. അനുമോളാന്ന് തോന്നുന്നുണ്ട് PR കേസ് എടുത്തിട്ട്, അല്ലെ ബിന്നി ആ ചേച്ചാന്ന് തോന്നുന്നുണ്ട് PR കേസ് എടുത്തിട്ടത് അനുമോള് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 16 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ട്. അത് ശരിക്കും എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല. ഇല്ലില്ല, ഞാനും ലൈവിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പറയുന്നുണ്ട് 16 ലക്ഷം രൂപ കൊടുത്തിട്ടാണല്ലോ PR. പക്ഷെ അനുമോള് പറയേണ്ടത് അറിയില്ലല്ലോ. അനുമോള് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണേ. ചിലപ്പോ അനുമോളുടെ വായിന്ന് വന്നിട്ടുണ്ടാവും അത്. പറഞ്ഞത് അനുമോടെ PR ഇവരെല്ലാം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാരും പറയാലോ, വിനുചേട്ടൻ എല്ലാവർക്കും അറിയാലോ. വിനുചേട്ടനായിരുന്നു അറിഞ്ഞെന്നാണ് പറയുന്നത് ഈ 16 ലക്ഷത്തിന്റെ കാര്യം. ഓ അങ്ങനെ പുറത്തുനിന്ന് അറിഞ്ഞിട്ടാണല്ലേ ഉള്ളി കയറി വന്നാണ്. ഓക്കെ അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. അകത്തുനിന്ന് പറഞ്ഞതാണ്, അകത്തുനിന്ന് പറഞ്ഞാണ് അല്ലേ. അനുമോള് PR കൊടുത്തിട്ടുണ്ട് ഇന്നാൾക്കാന്നുള്ളത് ആരാന്നും അറിയായിരുന്നു. അതുപോലെ തന്നെ ഈ മത്സരത്തിൽ PR ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ നല്ല മത്സരാർത്ഥികൾ ഔട്ടായി പോവുകയും PR കൂടുതലുള്ള, അതായത് കൂടുതൽ പൈസ കൊടുത്ത് കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ വിൻ ചെയ്യാൻ. ഞാൻ ചോദിക്കട്ടെ ചേട്ടനോട്, ഇപ്പൊ നല്ല മത്സരാർത്ഥി എന്ന് പറയാനായിട്ട് അതിന്റെ ഉള്ള ആരായിരുന്നു ഉണ്ടായിരുന്നത്? നല്ല മത്സരാർത്ഥികളോ ഔട്ടായി പോകുന്നു പറഞ്ഞത്. PR ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അല്ല ഞാൻ ചോദിച്ചത് പറഞ്ഞിട്ട് ആരാണ് നല്ലതെന്ന് പറയാനായിട്ട്. അല്ല വോട്ടിന്റെ ഞാൻ പറഞ്ഞു ജനങ്ങളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പൊ പുറത്തായവരൊക്കെ നോർമൽ കളിച്ചു പോകുന്ന ആൾക്കാരായിരുന്നു ഇവര്. ഞാൻ പറഞ്ഞല്ലോ ഈ സീസണില് തക്കാളിക്കടി, അതുപോലെ ആലു പൊറോട്ടയ്ക്കടി, ഫുൾ അടക്കള പ്രശ്നങ്ങൾ. ചോറ് കുറച്ച് കൂടുതൽ വെച്ചില്ല, ചോറ് കുറച്ച് കൂടുതൽ വെച്ചു, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അവർക്ക് വലിയ മെയിൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ സീസണിലാകുമ്പോൾ അടി ഉണ്ടാക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനെ മുട്ടി നിൽക്കായിരുന്നു ആൾക്കാർക്ക് അടി ഉണ്ടാക്കാം. ഇപ്രാവശ്യം ഇങ്ങനെ അടിയൊന്നും ഉണ്ടായിട്ടില്ല അധികം. ഈ അടക്കള പ്രശ്നമാണ്. അത് കാരണം ഇല്ല, എന്താ പറയാ, അപ്പുറത്ത് പോയിട്ട് കുഞ്ഞിട്ട് പറയാ, അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയാ, പുറത്ത് പറയാ, മീൻസ് പുറത്ത് നടക്കുന്ന ആൾക്കാരെ ഉള്ളിൽ വന്ന് സംസാരിക്കുക. അതൊക്കെയാണോ റീസണുകൾ? എനിക്ക് തോന്നിയിട്ടില്ല അതൊന്നും റീസൺ അല്ല. ഷാനവാസ് തളർന്നു വീണല്ലോ, അതിപ്പോ നെവിൻ ഒരു ഫിസിക്കൽ അസാൾട്ട് ചെയ്തു നെവിനെ പുറത്താക്കാൻ വേണ്ടി ഷാനവാസ് അങ്ങനെ ഒരു നാടകം കളിച്ചതായിരിക്കും. നെവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഷാനവാസിക്ക് അങ്ങനെ പറയാം. നെവിൻ ചേട്ടനെ പുറത്താക്കാനാണെങ്കിൽ ഷാനവാസിക്ക് വന്നിട്ട് പറയാം. ഏഷ്യാനെറ്റ് തീരുമാനിക്കും ഇവര് നെവിൻ എന്താണ് ഷാനവാസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും പുറത്താക്കണ്ടെന്ന് പറയില്ലോ. പക്ഷെ ഒരു നെവിൻ ചെയ്തതെന്ന് വെച്ചാൽ ആള് ക്യാപ്റ്റൻ ആയില്ലേ, ആൾക്ക് പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾ ഔട്ടാവും എന്നുള്ള നല്ല ടെൻഷൻ. ആളെല്ലാ നോമിനേഷനും വരാറുണ്ട്. നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു ആള്. പക്ഷെ ആള് പിന്നീട് അത് ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി വന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ടെൻഷൻ കൂടാണ്. തോറ്റുപോവോ നീ ടോപ്പ് 5 വന്നാൽ മതി. ആളിപ്പോൾ പറയുന്നത് ടോപ്പ് 5 വന്നാൽ മതി, എനിക്ക് പൈസ ഒന്നും വേണ്ട, ടോപ്പ് 5 വന്നാലും എന്തായാലും നമുക്ക് ഒരു കാര്യമില്ല മക്കളെ. ടോപ്പ് 5 എന്ന് പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ അധ്വാനിച്ചിട്ടാണ് നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ. ഈ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മേത്തേക്ക് പാലിന്റെ പാക്കറ്റ് എറിഞ്ഞിട്ടുള്ളൂ. ആൾക്ക് ചിലപ്പോൾ അറ്റാക്ക് അങ്ങനത്തെ വരുന്ന മീൻസ് ഉള്ള അസുഖമുള്ള ആളാണല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അത്രയും അസുഖമുള്ള ഒരാളെ എങ്ങനെ ബിഗ് ബോസ് സെലക്ട് ചെയ്തു? അങ്ങനെ ഒരു അസുഖമുള്ള ഒരാളെ ടെസ്റ്റ് ചെയ്തിട്ടാണ്. ശരിയാണ്, അങ്ങനെ ആളെ ബിഗ് ബോസ് അങ്ങനെ സെലക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ശരിയാണ്. ഇത്രയും മീൻസ് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെന്ന് വെച്ചാലും ഇത്രയും ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൽ കുറെ പേർക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് ഇപ്രാവശ്യം. എന്റെ 100 എന്തോ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ സർജറി ഉള്ള ആൾക്കാരൊന്നും ബിഗ് ബോസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം കൂടുള്ളൂ. പക്ഷെ അത് എറിഞ്ഞപ്പോഴേക്കും നെഞ്ചു വേണം, ആൾക്ക് ടെൻഷൻ അടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. ഫുഡ് കിട്ടുന്നില്ല കറക്റ്റ്. അഭിനയാണെങ്കിൽ ഈ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടത്തേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഈ PR-ന്റെ ആൾക്കാരും ഈ അഭിനയാണ് മറ്റേതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്താക്കേണ്ടതാണ്. അത് ഞാൻ പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ മറ്റേ സാറ് ബിഗ് ബോസിലെ, അതുപോലെ ഡോക്ടർ റോബിൻ, അവരൊക്കെ എന്തോ ജസ്റ്റ് കണ്ണിക്ക് പച്ചമുളക് എന്തോ സംഭവം തേച്ചതിനും അതുപോലെ തന്നെ റിയാസിനെ പിടിച്ച് അവർ തള്ളിയാണ് പിടിച്ച് അവരെ പുറത്താക്കിയത്. അപ്പൊ ഇതും പുറത്താക്കേണ്ട കാര്യമാണ്. പക്ഷേ ഏഷ്യാനെറ്റ് അത് എന്തുകൊണ്ടാണെങ്കിലും ചെയ്തതെന്ന് എനിക്കറിയില്ല. നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ ആളെ പുറത്താക്കണ്ടായിരുന്നു. ചിലപ്പോൾ പാൽ പാക്കറ്റ് കൈ കൊണ്ടൊന്നും തള്ളിയിട്ടില്ലല്ലോ, പാൽ പാക്കറ്റിൽ ജസ്റ്റ് എറിഞ്ഞുള്ളൂ വെച്ചിട്ടാവും പിന്നെ പുറത്താക്കാണ്ടിരുന്നുണ്ടാവുക. അതേപോലെ ഇപ്പൊ ഒരു അനീഷിനും അനുമോൾക്കും ഒരു ഇഷ്ടം, ഒരു പ്രണയമൊക്കെ തോന്നുന്നുണ്ടെന്ന രീതിയിലൊക്കെ അവിടെ ഇതിന്റെ ഫസ്റ്റ് തന്നെ ലാലേട്ടന്റെ പ്രമോ എന്തായിരുന്നു അറിയോ?
നിങ്ങൾ എന്തോ കോംബോകൾ നിറക്കണ്ട വലിച്ചു കീറും എന്നാണ് പറഞ്ഞിരുന്നത് ലാലേട്ടോ. എന്നിട്ട് ഇപ്പൊ ഫുള്ള് കോംബോ ആണ് അതിന്റെ ഉള്ളില്. പെങ്ങളുകുട്ടി കോംബോ ഞങ്ങളായിരുന്നു, എന്നെയും സായി ചേട്ടൻ സിജോ ചേട്ടനായിരുന്നു അവർ എയറിൽ കയറ്റിയിരുന്നത്. ഇപ്പൊ ഷാനവാസിക്ക് 100 ആദ്യം അവര് പെങ്ങളുകുട്ടി കോംബോ ആ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു.